നെവിൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോഴേക്കും ബിഗ് ബോസ് ഹൗസിൽ പട്ടി ഉരച്ചു. എല്ലാവരും നോക്കിയപ്പോൾ നെവിനാണ് അവിടെ ഉറങ്ങുന്നത്. 2 ദിവസം മുമ്പേ ഉറങ്ങാതെ കിടന്ന അനിമോളുടെ ബെഡിൽ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണ്ണീപ്പിച്ച്, എന്നിട്ട് ആ ബെഡിനകത്ത് വെള്ളം കോരി ഒഴിച്ച് ഒരു ക്യാപ്റ്റനാണ് ഇപ്പോൾ ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി പട്ടി ഉരച്ചതോടെ ഉണർന്ന് കിടക്കുന്നത്. അപ്പോഴേക്കും നൂറയും ആതിരയും അനുമോളും എല്ലാം പറയുന്നുണ്ടായിരുന്നു, ക്യാപ്റ്റനായിട്ട് ഇവൻ ഇങ്ങനെ കിടന്നുറങ്ങി, എന്നിട്ട് ഉറങ്ങാത്ത ആൾക്കാരെ കുത്തിപ്പൊക്കി അവരുടെ ബെഡ് ചീത്തയാക്കുന്നതിന് ഇവന് ഭയങ്കര മിടുക്കായിരുന്നു. ഇപ്പോൾ അവൻ സ്വന്തമായിട്ട് കിടന്നുറങ്ങുന്നു. അപ്പോഴേക്കും ആ നെവിൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ നെവിനെ വിളിക്കാനായിട്ട് വരികയാണ്. അനീഷും വരുന്നുണ്ട്. നീ ഇത് ചെയ്യുന്നത് ശരിയല്ല നെവിനെ, നമ്മുടെ ക്യാപ്റ്റൻസി കഴിയാറായി, നീ ഉറങ്ങിയൊന്നും ചെയ്യരുത്, കാരണം അത് നമ്മുടെ പുറത്ത് പ്രശ്നമാവും, അതുകൊണ്ട് നീ എന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആര്യം വന്നിട്ട് നെവിനെ വഴക്ക് പറയുകയാണ്. ഞാൻ ഉറങ്ങിയില്ലെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ഞാനിവിടെ കേട്ടുകൊണ്ട് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. വെസൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അനുമോളെ ആര്യം വിളിക്കുന്നത് കുറച്ചൊരു അരമണിക്കൂറായിട്ട് അവർ സംസാരിക്കുകയായിരുന്നു, തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അനുമോൾ കഴുകാൻ കൂട്ടാക്കുന്നില്ല. അനുമോൾ പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ പാത്രം കഴുകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നെവിൻ കേട്ടോണ്ട് ഇവിടെ കിടന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ആര്യം പറഞ്ഞുകൊണ്ട്, ഞാൻ എങ്ങനെയും അവരെയൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് 3 ദിവസമായിട്ട് ആ കിച്ചൺ അങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്നത്, എങ്ങനെയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ കിടന്ന് പാടുപെടുകയാണ്, നീ ഒന്ന് എണ്ണീക്ക്, ഒന്നുമില്ലെങ്കിൽ നാളെയോടെ കഴിയുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻസി കഴിയും, അതുവരേക്കെങ്കിലും നീ എല്ലാ കാര്യവും കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നെവിനെ വിളിച്ചെണീപ്പിക്കുകയാണ്. ഈ നെവിൻ എന്തോരം പ്രശ്നമാണ് അന്ന് ഉണർന്നിരുന്ന അനുമോൾ ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ട് ആ ബെഡിൽ നിന്ന് ഇറക്കാൻ വേണ്ടി എന്ത് പ്രശ്നം ഉണ്ടാക്കിയ ആളായിരുന്നു. എന്നിട്ട് ഇപ്പോൾ കിടന്ന് ദാണ്ട് ഉറങ്ങുന്നു.